ഏപ്രിൽ 2 ക്ലാഷ് വെച്ചപ്പോൾ ദൃശ്യം 3-ക്കൊപ്പം ക്ലാഷ് വെക്കാൻ മാത്രം ഹാഷിർ വളർന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. പിന്നെ വാഴ 2 റിലീസായി, ദൃശ്യം 3 റിലീസ് മാറ്റിവെച്ചു. ഫ്രീ റൺ സേഫ് റൺ. വാഴ 2 കാണാൻ വേണ്ടിയിട്ട് ആളുകളെത്തിയ ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ്. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കഴിഞ്ഞപ്പോൾ അൾട്രാ പോസിറ്റീവ് റെസ്പോൺസ്. യൂത്തിനിടയിലും ഫാമിലിയിലിടയിലും വർക്കായ സിനിമ. ഏപ്രിൽ 2 ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വാഴ 2-ന്. ഇന്നിതാ ഏപ്രിൽ 27 എത്തി നിൽക്കുന്നു. 25 ദിവസങ്ങൾക്കുള്ളിൽ ഈ ചിത്രം നിലവിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 124 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മൂന്നാമത്തെ ചിത്രമായിട്ട്, മലയാള ചിത്രമായിട്ട് കൂടി വാഴ 2 മാറുന്നു എന്നുള്ള റെക്കോർഡ് കൂടി വരുന്നു തിയേറ്ററുകളിൽ. അതാണ് ഹാഷിറും പിള്ളേരും തീർത്ത പരിപാടി. ഹാഷിർ ഒരു റീലിൽ പറയുന്നുണ്ട്, ഞാനൊക്കെ മലയാള സിനിമയിലേക്ക് എത്തണമായിരുന്നു, അടിച്ച് ടോപ്പിക് കയറ്റിയെന്ന് പറയുന്ന ഒരു റീലുണ്ട്. ആ അടിച്ച് ടോപ്പിക് കയറ്റുക എന്നത് ആദ്യത്തെ സിനിമയിൽ ചെയ്തു വെക്കണമെങ്കിൽ അവനൊരു അവാർഡ് തന്നെ കൊടുക്കണമെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. വെട്ടിയത് ലോകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ റെക്കോർഡ് ആണ് വാഴ 2 മറികടന്നിരിക്കുന്നത്. ആഗോള കളക്ഷനിൽ ഇപ്പോഴും 305 കോടി രൂപയുമായിട്ട് ലോക 2 മുന്നിട്ട് നിൽക്കുകയാണ്. വാഴയുടെ ആഗോള കളക്ഷൻ നിലവിൽ 240 ക്രോഡ്സ് നിൽക്കുകയാണ്. അത് ബീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും 66 ക്രോഡ്സ് വേണം. പക്ഷേ അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ റിലീസായിട്ട് 4-ാം വാരത്തിലെത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ടോപ്പ് കളക്റ്റഡ് മലയാളം ചിത്രങ്ങൾ ഒന്നായിട്ട് വാഴ 2 മാറുന്നത് എന്നുള്ള പറയേണ്ടി വരും. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നമുക്ക് എന്തൊക്കെ ഇൻഡസ്ട്രി ഹിറ്റുകളാണല്ലേ കിട്ടിയത്. തുടരും കിട്ടി, എമ്പുരാൻ കിട്ടി, ലോക കിട്ടി. അതിന് മുന്നത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2018 ഉണ്ടായിരുന്നു. ഇപ്പോൾ വാഴ 2 എത്തി നിൽക്കുന്നു. ഒരു പക്ഷേ മലയാള സിനിമ വലിയ രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി വൈസ് ആയിട്ടാണെങ്കിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. മഞ്ഞുമൽ ബോയ്സിൽ നിന്നും തുടങ്ങിയതാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 2024 ഫെബ്രുവരി മാസത്തിൽ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ഭ്രമയുഗവും ഒക്കെ വന്നൊരു മാസം ഉണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് തുടരും വന്നു, എമ്പുരാൻ വന്നു, ഈ പറയുന്ന ലോകം വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ വാഴ ടീമും കൂടി എത്തുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷേണാസ് തിയേറ്ററിൻ്റെ ഓണർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേടുമെന്നായിരുന്നു. ആ കണക്കുകൾ ഏകദേശം കുറച്ച് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് കടന്ന് 124 ക്രോഡ്സിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ പരിപാടിയല്ല. ബുക്ക് മൈ ഷോയുടെ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ പോലും ഇപ്പോൾ ഏപ്രിൽ 2-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. അതിനുശേഷം റിലീസ് ചെയ്ത സിനിമകൾ പലതും ഇപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റിൽ പോലും ഇല്ലാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് വാഴ 2 ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് എന്നതുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ വാഴയുടെ അവസ്ഥ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അവരൊരു സ്റ്റഡി ആയിട്ട് അവരുടെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഏകദേശം ഒരു 30K മുതൽ 40K വരെ ടിക്കറ്റുകൾ ഇപ്പോഴും ഓരോ ദിവസവും സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഓർക്കുക, റിലീസ് ചെയ്തിട്ട് 25 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വരുന്നത്. അതോടൊപ്പം തന്നെ വാഴ 2-ന്റെ ടീം കഴിഞ്ഞ ദിവസം തെലുങ്കിൽ പോയി രാംചരണെ കണ്ടു. രാംചരണും ഹാഷിറും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫ്രെയിമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയ കാഴ്ചയും കൂടിയായിരുന്നു. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം, കുറച്ച് റീൽസ് ചെയ്ത പിള്ളേർ, ഈ റീൽസൊക്കെ ചെയ്ത് ഇവർ എവിടെ എത്താനാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ് റീൽസിലൂടെ സിനിമാ മേഖലയിലേക്ക് എത്തിയത്. എന്നാൽ സിനിമാ മേഖലയിൽ എത്തിയിട്ട് അവിടെ കഴിഞ്ഞോ? ഇല്ല, അവിടെ ടോപ്പ് അടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രൊമോഷൻ നടത്തുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നിയ കാഴ്ചയാണ്. ഹാഷിറും ദേവരാജും അർജുനും വിനായക്കും അലനുമൊക്കെ അവിടെ തെലുങ്ക് സംസാരിക്കുന്നു. തെലുങ്കിൽ 2 വാക്കുകൾ സംസാരിക്കുന്നു. സുമയായിരുന്നു അവിടെ ആങ്കറായിട്ട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് രാംചരനെ കാണാൻ പോയ ആ മീറ്റിംഗ് ഉൾപ്പെടെ തന്നെ ഭയങ്കരമായ സന്തോഷം. അവർ ജയിക്കുന്നത് നമ്മൾ ജയിക്കുന്നതിന് തുല്യമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നി. കാരണം ഒന്നുമില്ലാത്തവർ, സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നവർ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരുടെ തലവര മാറുന്ന സിനിമയായിട്ട് മാറി. കൺഗ്രാറ്റുലേഷൻസ് ടു സവിൻസ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം തന്നെ എങ്ങോട്ടോ പോയി എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സന്തോഷവും മലയാള സിനിമയുടെ സ്വഭാവവും അത് തന്നെയാണ്. വളരെ അൺപ്രഡിക്റ്റബിളാണ് മലയാള സിനിമ. ഒരു വലിയ താരം വന്നു കഴിഞ്ഞാൽ അവരെ വാഴ്ത്താനോ ആദ്യ ദിവസം തന്നെ 100 കോടി അടിക്കാനൊന്നും നമ്മൾ മലയാളികൾ തയ്യാറാവില്ല. നമ്മൾ മലയാളികൾ ഓരോ തവണയും ഈ താരങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണയും പരീക്ഷിക്കുക. അദ്ദേഹം ഇത്രയും വർഷമായിട്ട് സിനിമാ മേഖലയിൽ അഭിനയിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഹിറ്റടിക്കാം എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അവർ ഈ സിനിമ ഗംഭീരമാക്കിയാൽ നമ്മൾ ആ സിനിമ ഹിറ്റടിപ്പിക്കും. ആ സിനിമ പരാജയമാണെങ്കിൽ നമ്മൾ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് മലയാളികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകയും
വാഴ 2 ഹിറ്റ് അടിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവുന്നതും കാര്യം മറ്റ് ഇൻഡസ്ട്രികൾ പോലും ഉറ്റുനോക്കുന്ന ഇൻഡസ്ട്രി ആയിട്ട് മലയാളം മാറുന്നതും അതുകൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. ലോക പോലൊരു സിനിമ, ഫീമെയിൽ സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന സിനിമ, റിലീസിന് ഒരേ ഹൈപ്പും ഇല്ലാതിരുന്ന സിനിമ, ആ സിനിമയാണ് 305 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നടത്തിയത്. ഡൊമിനിക് അരുൺ എന്ന സംവിധായകന് 8 വർഷത്തിന് ശേഷം സംവിധാനം ചെയ്ത സിനിമ, കല്യാണി പ്രിയദർശൻ ലീഡ് റോളിൽ വരുന്ന സിനിമ, ക്യാമിയോസ് ആണ് ദുൽഖറും ടോബിനോയും. ഒരിക്കലും ദേ ആർ ദ ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് സിനിമയ്ക്ക് ആൾ കയറിയതെന്ന് ആരും പറയത്തില്ല. ബിക്കോസ് ദ കണ്ടന്റ് വാസ് സോ റിച്ച്. അതുകൊണ്ട് മാത്രമാണ് ആളുകൾ ലോകയ്ക്ക് കയറിയത്. അല്ല ദുൽഖറിനെയോ ടോബിനോയോ കണ്ടിട്ടല്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. ദുൽഖറിനെയോ ടോബിനെയോ കണ്ടിട്ടല്ല ആളുകൾ ലോകയ്ക്ക് കയറിയത്. ആളുകൾ കയറിയത് കണ്ടന്റ് കണ്ടിട്ടാണ്. അത് 305 കോടിയിലേക്ക് എത്തി. ഇപ്പോൾ വാഴ 2 എടുത്ത് നോക്കിയാൽ പോലും വാഴ 2-ന് റിലീസിന് മുന്നേ ഒരു തരത്തിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയണം, വാഴ റിലീസ് ചെയ്തതിനു ശേഷം അതിന് 2ാം ഭാഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇതുപോലുള്ള സിനിമയ്ക്ക് 2ാം ഭാഗം എന്നത് വരെ ചോദിച്ചിരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു റണ്ണ് കിട്ടുന്നതും ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ തരംഗമുണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് എത്തുകയും ചെയ്തു. സോ ഹാഷറും ഗാങ്ങിനും കൈയടിക്കാം, സ്വയം സന്തോഷിക്കാം, അഭിമാനിക്കാം. മലയാള സിനിമയ്ക്ക് ഒരു വലിയ മുന്നേറ്റമായി മാറുന്നു. അതോടൊപ്പം തന്നെ പുതിയ വരുന്ന താരങ്ങൾക്കും ഉണ്ടാകുന്ന പ്രചോദനം ചെറുതൊന്നുമല്ലല്ലോ. നമ്മളെ വെച്ചും നമുക്ക് സിനിമകൾക്ക് മുമ്പ് എക്സ്പോഷർ ഇല്ലെങ്കിലും നമുക്കും ഹിറ്റ് അടിക്കാമെന്നുള്ള തോന്നൽ ഒരു നവാഗത സംവിധായകന് കിട്ടുക, ഒരു പുതിയ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുക എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ വിജയമായിട്ടും കൂടി കണക്കാക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.